Good morning, friends. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിലെ ഫിഫ്ത്ത് മൊഡ്യൂളിൽ, അതായത് ഇമേജ് സെഗ്മെൻറ്റേഷൻ, ആ ഒരു പോർഷനിലെ ഒരു പാർട്ടാണ് ഇമേജ് സെഗ്മെൻറ്റേഷൻ. ഇമേജ് സെഗ്മെൻറ്റേഷൻ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇമേജ് സെഗ്മെൻറ്റേഷൻ പഠിച്ചു. റീജിയൻ അപ്രോച്ച്, എഡ്ജ് ബേസ്ഡ്, അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഗ്ലോബൽ സെഗ്മെൻറ്റേഷൻ, റീജിയൻ അപ്രോച്ച് പറഞ്ഞു. പിന്നെ റീജിയൻ സ്പ്ലിറ്റിങ്ങും മെർജിങ്ങും റീജിയൻ ഗ്രോവിങ്ങും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Okay, hope you are remembering all this. Single line algorithm. Correct. Clustering ഒക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എഡ്ജ് സെഗ്മെന്റേഷൻ ആണ്. എഡ്ജ് ബേസ്ഡ് എങ്ങനെയാണ് സെഗ്മെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് എഡ്ജ് എന്ന് പറയുന്നത്? എന്താണ് എഡ്ജ്? റീജിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു ഇമേജിൽ ഒരുപാട് ഓബ്ജക്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരേ ഇന്റൻസിറ്റി ലെവലുള്ള ഒബ്ജക്ട്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0 പറഞ്ഞാൽ ബ്ലാക്ക് ലെവലും 1 എന്ന് പറഞ്ഞാൽ 255, 0 to 256, 0 to 255 ഉള്ള ഗ്രേ ലെവൽസ് ആണെങ്കിൽ, അല്ലേ, അതായത് 8 ബിറ്റ് ഗ്രേ ലെവൽസ് ആണെങ്കിൽ, ഒരു ഇമേജിന് 8 ബിറ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ഓരോ പിക്സലിന്, അപ്പോൾ 0 to 255 പിക്സൽ ഗ്രേ ലെവൽസ് ഉണ്ടാവും. ഈ ഗ്രേ ലെവൽസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും ഒരു ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലേ. അപ്പൊ 0ന്റെ ആ അടുത്തുള്ള ഗ്രേ ലെവൽ ആണെങ്കിൽ ഒരു ഇമേജ് ഒരു ബ്ലാക്കിഷ് ആയിട്ട് കാണും. 255, 200 അതിന്റെ ഒരു ഇതാണെങ്കിൽ നമുക്കറിയാം അതൊരു വൈറ്റിഷ് ആയിട്ട് മാറും. ഇനി അതല്ല 100, 150 അങ്ങനെ ആ ഒരു റേഞ്ചാണ് നമുക്കറിയാം ഒരു ഗ്രേ ലെവലായിട്ട് മാറും. ഓക്കെ, അപ്പൊ എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ റീജിയൻ ഗ്രോവിങ്, നമ്മൾ ഇത് സെഗ്മെന്റേഷൻ ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരേ ഗ്രേ ലെവലുള്ളത് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് മാച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഒരേ റീജിയൻ ഡ്രോയിങ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്നത്. ഇനി എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ പറയുമ്പോൾ എഡ്ജ് നോക്കിയിട്ട്, അതായത് ഓരോ പിക്സലുകളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. ഓരോ പിക്സൽ നോക്കിയിട്ട് അതിന്റെ ഗ്രേ ലെവലൊക്കെ അങ്ങനെ ഒരുപോലുള്ള ഗ്രേ ലെവലാണെങ്കിൽ അവയൊക്കെ ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് പിക്സൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പിക്സൽ വേറൊരു പിക്സലും തമ്മിൽ ഭയങ്കരമായിട്ട് ഗ്രേ ലെവലിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് പറയും, അതിന്റെ എഡ്ജ് എന്ന് പറയും. ഓക്കെ, ഭയങ്കര ഒരു ഗ്രേ ലെവലിന് വേറെ ഗ്രേ ലെവലിലോട്ട്, ഒരു ലോവർ ഗ്രേ ലെവലിന് ഒരു ഹയർ ഗ്രേ ലെവലിലോട്ട്, അല്ലെങ്കിൽ ഒരു ഹയർ ഗ്രേ ലെവലിന് ലോവർ ഗ്രേ ലെവലിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ് അതിന്റെ എഡ്ജ്. അങ്ങനെയല്ലേ? അപ്പൊ ആ എഡ്ജ്, അതായത് രണ്ട് ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ബ്ലാക്ക് ഒരു ഒബ്ജക്റ്റ് വൈറ്റും ആണ്, ഈ ഒബ്ജക്റ്റ് തമ്മിലുള്ള ബൗണ്ടറീസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ഓരോ എഡ്ജ് നോക്കിയിട്ട്, പിക്സൽസ് തമ്മിലുള്ള എഡ്ജ് നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബൗണ്ടറി ഉണ്ടാക്കാം. അതാണ് എഡ്ജ്. അങ്ങനെ എഡ്ജസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്നതാണ് എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ. ഓക്കെ, exploit spatial information by detecting the edges in an image. Edges discontinuous in the homogeneity criteria for segments. ഈ സെഗ്മെന്റ്സിന്റെ homogeneity criteria സെഗ്മെന്റേഷൻ ചെയ്യുമ്പോൾ ഹോമോജീനിയസ് ആയിട്ടുള്ള പിക്സൽസ് വെച്ചിട്ടാണ് സെഗ്മെന്റ് ചെയ്യുക. അതായത് ഒരേ ഇന്റൻസിറ്റി ലെവൽസ് ഉള്ള പിക്സൽസിനാണ് സെഗ്മെന്റ് ചെയ്യുക. ഒരേ ഇന്റൻസിറ്റി ലെവലിന് ഇൻഹോമോജിനിറ്റി വന്നാൽ, ഡിസ്കണ്ടിന്യൂറ്റി വന്നാൽ, ഒരു പിക്സൽ പെട്ടെന്ന് ഭയങ്കര വ്യത്യാസത്തിൽ പിക്സലിന്റെ ലെവൽ, ഗ്രേ ലെവൽ ചേഞ്ച് ചെയ്താൽ ആ ഒരു പൊസിഷൻ എന്ത്, എഡ്ജ്. അത് നോക്കിയിട്ട് ആ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഹോമോജിനിറ്റി ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ സെഗ്മെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ. ഇനി എഡ്ജ് മോഡൽസ് നമുക്ക് 4 ടൈപ്പ് എഡ്ജസ് ഉണ്ട്. ഓക്കെ, എഡ്ജ്, സ്റ്റെപ്പ് എഡ്ജ്, റാമ്പ് എഡ്ജ്, റൂഫ് എഡ്ജ്, ലൈൻ എഡ്ജ്, അങ്ങനെ 4 ടൈപ്പ് എഡ്ജസ് ഉണ്ട്. നമ്മളിപ്പം കോമൺലി കാണുന്ന എഡ്ജസിൽ 4 ടൈപ്സ് ഉണ്ട്: സ്റ്റെപ്പ് എഡ്ജ്, റാമ്പ് എഡ്ജ്, റൂഫ് എഡ്ജ്, ലൈൻ എഡ്ജ്. അതിന്റെ 4 പിക്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ആദ്യം നമുക്ക് സ്റ്റെപ്പ് എഡ്ജ് എന്താ നോക്കാം. ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആവും, ഇതൊരു ബ്ലാക്ക് പോർഷനും ഇതൊരു വൈറ്റ് പോർഷനും, അല്ലെ. ഈ ബ്ലാക്ക് പോർഷനിൽ വൈറ്റ് പോർഷനിലോട്ടുള്ള ട്രാൻസിഷന്റെ ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുത്തത്, എഡ്ജിങ്. അപ്പൊ ഈ ബ്ലാക്ക് പോർഷൻ പറയുമ്പോൾ ലോവർ ലെവലിൽ വരും, വൈറ്റ് പോർഷൻ പറയുമ്പോൾ ഹയർ ലെവൽ വരും. അപ്പൊ ഈ ഒരു പോയിന്റ് നിന്ന് ജസ്റ്റ് ട്രാൻസിഷൻ നടത്തും, അല്ലെ. മാഗ്നിറ്റ്യൂഡ് ഗ്രേ ലെവലിന്റെ ബ്ലാക്ക് ആയതുകൊണ്ട് ലോ ലെവലിന്, വൈറ്റ് ആകുമ്പോൾ ഹൈ ലെവലിട്ട് ഒരു സഡൻ ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ് സ്റ്റെപ്പ് എഡ്ജിൽ വരിക. ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 ഇന്റൻസിറ്റി ലെവൽ, 2 ഇന്റൻസിറ്റി. ചിലപ്പോൾ ഇവിടെ വല 10 ആയിരിക്കും ഗ്രേ ലെവൽ. അപ്പൊ ഇപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള പിക്സലിന്റെ ഗ്രേ ലെവൽ എന്തായിരിക്കും അറിയാം, ഒരു 250 ഒരു വൈറ്റിന്റെ അത്രയാവും. അപ്പോൾ രണ്ട് തമ്മിൽ ഒരു അബ്രപ്റ്റ് ചേഞ്ച് ആണ്. അതാണ് ഈ ലോന്ന് ഹൈലോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു 2 ഇന്റൻസിറ്റി ലെവലിലുള്ള ട്രാൻസിഷൻ ഒക്കറിങ് ഐഡിയലി ഓവർ ദ ഡിസ്റ്റൻസ് ഓഫ് 1 പിക്സൽ. 1 പിക്സലിന്റെ ഡിസ്റ്റൻസിൽ, അതായത് 2 പിക്സലിന്റെ ഇടയിലുള്ള പെട്ടെന്നുള്ള ഒരു ട്രാൻസിഷൻ ആണ് സ്റ്റെപ്പ് എഡ്ജ് എന്ന് പറയും. ഇവിടെ ഷാർപ്പ് ആയിരിക്കും ട്രാൻസിഷൻ. ദെൻ റാമ്പ് എഡ്ജ്.
റാമ്പ് എഡ്ജ് പറഞ്ഞാൽ ഷാർപ്പ് അല്ല, ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ്. ഒരു പിക്സൽ വാല്യൂന്ന് വേറെ പിക്സൽ വാല്യൂട്ടുള്ള ഗ്രാജുവൽ ചേഞ്ച് ആണ്. ഇവിടെ നോക്കാം നമുക്ക് ബ്ലാക്കിഷ് ആണ്. പിന്നെ ബ്ലാക്ക് നിന്ന് ജസ്റ്റ് ഗ്രേ പോയിട്ട് ഗ്രേ എന്നാണ് ഇത് എന്ത് ചെയ്യുന്നത് വൈറ്റിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്നത്. അപ്പം ബ്ലാക്ക് പറയുമ്പോൾ ഭയങ്കര ലോ വാല്യൂ, വൈറ്റ് പറയുമ്പോൾ ഹൈ വാല്യൂ. ഈ ഗ്രേ വാല്യൂ എന്താ, ഈ ബ്ലാക്ക് നിന്ന് വൈറ്റിലോട്ടുള്ള ട്രാൻസിഷൻ ആണ് ഗ്രേ വാല്യൂ. സോ അങ്ങനെയുള്ളതിനാണ് റാമ്പ് എഡ്ജ് പറയാം. ഇവിടെ എന്താണ് ഷാർപ്പ് അല്ല. റാമ്പ് എഡ്ജ് മോർ അക്യുറേറ്റ് മോഡൽ ഓഫ് റിയൽ ഇമേജസ് വിച്ച് ആർ ഓഫൻ ബ്ലഡ് ആൻഡ് നോയ്സി. ഈ റാമ്പ് എഡ്ജ് ആണ് നമ്മൾ മോർ അക്യുറേറ്റ് ആയിട്ട്, അതായത് റിയൽ ഇമേജസിന് മോർ അക്യുറേറ്റ് ആയിട്ട് കാണുന്നത് റാമ്പാണ്. ഓക്കെ, അതായത് റിയൽ ഇമേജിൽ മെയിൻ ആയിട്ട് കാണുന്ന ടൈപ്പ് സെഗ്മെന്റേഷൻ റാമ്പാണ്. മോർ അക്യുറേറ്റ് മോഡലാണിത്. റിയൽ എഡ്ജസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും, കാരണം പെട്ടെന്ന് അബ്രപ്റ്റ് അല്ലാതെ ഒരു ബ്ലാക്ക് ഗ്രേ വൈറ്റ് ഇങ്ങനെ അത് റാമ്പിലാണ് കാണുക, കാരണം ബ്ലർഡ് ആവും ഈ ഒരു പോർഷന്. അതുപോലെ നോയ്സി ഒക്കെ ഉണ്ടായിട്ടുള്ള അതാണ് റാമ്പ് എഡ്ജ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് റൂഫ് എഡ്ജ്. റൂഫ് എഡ്ജ് വരുമ്പോൾ ഫോർ തിൻ ഒബ്ജക്ട്സിനാണ് റൂഫ് എഡ്ജ് വരുന്നത്. തിൻ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ റൂഫ് എഡ്ജിൽ നോക്ക് ബ്ലാക്ക് ലോ ലെവൽ, ഈ ബ്ലാക്ക് ലോ ലെവൽ. ഇവിടെ കണ്ടു വൈറ്റ് ചെറിയ പോർഷനിലേ വരുന്നുള്ളൂ. അപ്പം ഇവിടെ റാമ്പ് പോലെ ജസ്റ്റ് ഒരു സ്മോൾ ഇന്റൻസിറ്റി വാല്യൂ പെട്ടെന്ന് അബ്രപ്റ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ലോവർ ആവുന്നതാണ് റൂഫ് എഡ്ജ്. ഈ റൂഫിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. ഇതാണ് ഓക്കെ. റൂഫ് എഡ്ജിൽ തന്നെ രണ്ട് പാർട്ട് ഉണ്ട്, കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. ഇതാണ് കോൺവെക്സ്. കോൺവെക്സ് പറയുമ്പോൾ ഒരൊറ്റ വൈറ്റ് പാർട്ട് വളരെ കുറവ്. ഇനി കോൺകേവ് പറയുമ്പോൾ എന്താവും, നേരെ റിവേഴ്സ്, ഇതിനെ നേരെ ഇങ്ങോട്ട് താഴോട്ടുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റ് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണെങ്കിലാണ് എന്ത് കോൺകേവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ്, അപ്പൊ ഇതൊരു തിൻ ഒബ്ജക്ട്സ് ആവും പറയാം, അതായത് വളരെ ചെറിയ ഒബ്ജക്ട്സിനെയാണ് ഇവിടെ പറയുന്നത്. ലൈൻ എഡ്ജ് പറഞ്ഞാൽ നമുക്കറിയാം ഡാർക്കിന് ലോ എഡ്ജ്, വീണ്ടും ഡാർക്കിന് ഗ്രേ ലെവൽ, വൈറ്റിന് ഹയർ ഗ്രേ ലെവൽ. അതായത് ഈ ഗ്രേ ലെവൽ കുറച്ച് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണ് എന്ത് ലൈൻ എഡ്ജ്. ഓക്കെ, ഗ്രേ ലെവൽ കോൺസ്റ്റന്റ്, അതായത് ബ്ലാക്ക് വന്ന് വൈറ്റ് വന്ന് വീണ്ടും ബ്ലാക്കിലോട്ട് വരുന്നതാണ് ലൈൻ എഡ്ജ്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡ്ജസ്. ഓക്കെ, ഇത് ഒരു നമ്മുടെ ബ്രെയിനിന്റെ പിക്ചറിൽ വരുന്ന, ഓക്കെ, നമുക്ക് ഓരോ എഡ്ജസ് നോക്കിയിട്ട് നമുക്ക് ഇത് സെഗ്മെന്റ് ചെയ്യുന്നതാണ്. ഒരു സെക്ഷൻ നമ്മൾ മാറ്റിയെടുക്കുന്നു കേട്ടോ. ഇനി എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്. എഡ്ജിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, എഡ്ജിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള മെത്തേഡുകളാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, പ്രോസസ് ഓഫ് ഫൈൻഡിങ് മീനിങ്ഫുൾ ട്രാൻസിഷൻ ആൻഡ് ഇമേജ്. ഒരു ഇമേജിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ട്രാൻസിഷൻ വരുന്നത് അത് നോക്കുന്നതാണ് എഡ്ജ് ഡിറ്റക്ഷൻ. ഈ എഡ്ജിനെ ഡിറ്റക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇവിടെ. ഓക്കെ, the points where the sharp changes in the brightness occur typically from the border between different objects. രണ്ട് ഒബ്ജക്ട്സിലെ ബോർഡർ, ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റും അതിനകത്ത് ഒരു ബ്ലാക്ക് ഒരു ബോൾ ഉണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഇതെന്ന് പറഞ്ഞാൽ ബൗണ്ടറിയാണ് ഈ രണ്ട് ഒബ്ജക്റ്റ്. അപ്പൊ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ബൗണ്ടറീസ് ആണ് എന്ത്, അതിലാണ് ഈ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ദീസ് പോയിന്റ്സ് ക്യാൻ ബി ഡിറ്റക്ട്. ഈ പോയിന്റ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക, ബൈ കമ്പ്യൂട്ടിംഗ് ഇന്റൻസിറ്റി ഡിഫറൻസസ് ഇൻ ലോക്കൽ ഇമേജ് റീജിയൻ. ഈ ലോക്കൽ ഇമേജ് റീജിയൻ വരുമ്പോൾ അടുത്തുള്ള ഇമേജ് റീജിയൻസ്, അതായത് കുറച്ച് പോർഷൻസ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇന്റൻസിറ്റിന്റെ ഡിഫറൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എഡ്ജ് ഡിറ്റക്ഷൻ അൽഗോരിതം ഷുഡ് ലുക്ക് ഫോർ നൈബർഹുഡ് വിത്ത് സ്ട്രോങ് സൈൻസ് ഓഫ് ചേഞ്ച്. നൈബർഹുഡിനെ നോക്കിയിട്ടാണ് എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യുക. അപ്പോൾ സ്ട്രോങ് ചേഞ്ചിനെ മാത്രമാണ് എഡ്ജ് ഡിറ്റക്ട് ചെയ്യുള്ളൂ. ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരും, അതൊന്നും നമ്മൾ നോക്കാതെ ഒരു അബ്രപ്റ്റ് ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ എഡ്ജ് ഡിറ്റക്ട് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ എഡ്ജ് ഡിറ്റക്ടേഴ്സ് വർക്ക് ഇൻ ദ മെഷറിംഗ് ഇന്റൻസിറ്റി ഗ്രേഡിയന്റ് ആസ് എ പോയിന്റ് ഇൻ ദ ഇമേജ്. ഇന്റൻസിറ്റി ഗ്രേഡിയന്റ് നോക്കിയിട്ടാണ്, അത് ഇന്റൻസിറ്റി വാല്യൂസ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇൻ ഇമേജസ് എഡ്ജസ് ക്യാരക്ടറൈസ് ഒബ്ജക്ട് ബൗണ്ടറീസ് ആൻഡ് ആർ യൂസ്ഫുൾ ഫോർ സെഗ്മെന്റേഷൻ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട് മിസ്സിംഗ്. ഈ എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്, സെഗ്മെന്റേഷൻ ചെയ്യാൻ പറ്റും. എഡ്ജ് ഡിറ്റക്ഷന്റെ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്ജ് ഡിറ്റക്ഷൻ പറയുമ്പോൾ നമുക്ക് സെഗ്മെന്റേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്ജക്റ്റിനെ ഒരു സീനിൽ നിന്ന് ഒരു ഇമേജിനെ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് എഡ്ജ് ഡിറ്റക്ഷൻ കൊണ്ടുള്ള പ്രത്യേകത. ഈ ഡെറിവേറ്റീവ്സ് ടു ഫൈൻഡ് എഡ്ജസ്. ഈ എഡ്ജ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് രണ്ട് ഡെറിവേറ്റീവ്സ് ആണ്. അതായത് ഇവിടെ ബ്ലാക്ക്, ഇവിടെ ഒരു ഗ്രേഷ് ആണ്. ഓക്കെ, ഈ ഒരു സംഭവത്തെ നമ്മൾ കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു റാമ്പ് ആണ്. അപ്പൊ നമ്മൾ റാമ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുക, കാരണം അല്ലെ ഗ്രേ ലെവൽ പ്രൊഫൈൽ ഉള്ളതാണിത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു റാമ്പ് എഡ്ജ് എടുക്കുക. ഈ റാമ്പ് എഡ്ജിനെ നമുക്ക് ഡെറിവേറ്റീവ്സ് കാണാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഇങ്ങനെ കാണാം, ഈ റാമ്പ് എഡ്ജിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എഡ്ജ് ഡിറ്റക്ഷന് രണ്ട് രീതിയിൽ കാണാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ടും കാണാം, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ടും കാണാം. ഓക്കെ, എഡ്ജ് ഡിറ്റക്ഷൻ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് എഡ്ജ് ഡിറ്റക്ഷൻ കാണാം, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ട് എഡ്ജ് ഡിറ്റക്ഷൻ കാണാം. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് റാമ്പ് ആണ് നമ്മുടെ എഡ്ജ് എങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ഇങ്ങനെയാവും, അതായത്
ഒരു പീക്കില് ഇതുണ്ടോ, ഈ റാമ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ, റാമ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണിത്. ഇത് റാമ്പിന്റെ എൻഡ് ആണ് അല്ലെ. അപ്പൊ ഈ റാമ്പിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ത്, ഫസ്റ്റ് ഡെറിവേറ്റീവില്. അതായത് താഴെ എന്ന് പറഞ്ഞാല് 0 ലെവലും റാമ്പ് കഴിഞ്ഞിട്ടുള്ളത് ഗ്രൗണ്ട് ലെവലിൽ പോയിട്ട് ഈ റാമ്പിന്റെ പോർഷനിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഈ റാമ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡും റാമ്പിന്റെ എൻഡിങ്ങിൽ നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ ഉള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് വേറെ പ്രത്യേകത ഉണ്ട്. അതായത് പ്ലസും മൈനസും സൈന് യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവിൽ നമ്മൾ എഡ്ജ് കാണുന്നത്. അതുപോലെ തന്നെ ഈ പ്ലസും നെഗറ്റീവും സൈന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് തിക്കാണോ തിന്നാണോ അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡാണോ നെഗറ്റീവ് സൈഡാണോ ഒക്കെ മനസ്സിലാക്കുന്നത്. എന്താണ്, അതായത് ഡാർക്കർ സൈഡിലാണ് ഇമേജുള്ള പിക്സൽസ് ഡാർക്കർ ആണോ ലൈറ്റർ ആണോ എന്നൊക്കെ ഈ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ നോക്കിയിട്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവിൽ മനസ്സിലാക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ഡെറിവേറ്റീവിൽ നമ്മൾ ഈ ഡാർക്കർ പോർഷനും അതായത് റാമ്പ് സ്റ്റാർട്ട് റാമ്പ് സ്റ്റോപ്പ് ഈ രണ്ട് മാക്സിമം പോയിന്റുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്താൽ, ഈ മാക്സിമം രണ്ട് പോയിന്റ്സും തമ്മിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഇത് ഈ മാക്സിമം പോയിന്റും ഈ രണ്ട് എക്സ്ട്രീം പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്താൽ ആ ഒരു ഇമാജിനറി ലൈൻ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇമാജിനറി ലൈൻ പോകുന്നത് മിഡിൽ ഓഫ് ഈ ഒരു പോയിന്റിന്റെ മിഡിലാവും. അതിനാണ് സീറോ ക്രോസിംഗ് ഇതിന് പറയുന്നത്. ഓക്കെ, അതിന്റെ മിഡിലൂടെ ആവും പോവുക. അതിനാണ് മിഡ് പോയിന്റ് എഡ്ജ് പറയുക. ഇതിന്റെ ഈ എഡ്ജിന്റെ മിഡ് പോയിന്റിലൂടെയാണ് ഇത് പോകുന്നത്. ഓക്കെ, ഈ എഡ്ജിന്റെ മിഡ് പോയിന്റിലൂടെ ആവും ഈ ലൈൻ പാസ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്. ഒരുപാട് എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ് നമുക്ക് പഠിക്കാം. ഓക്കെ, അതിൽ എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇമേജിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ എന്താ ഒരു ഇമേജിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ. ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണിത്, ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇമേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്, ഫസ്റ്റ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, ലാപ്ലേഷ്യൻ ഓഫ് ഗേഷൻ അത് വേറെ ഇതുണ്ട്, ഞാൻ പറയാം. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്യാം കമ്പ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് ലാപ്ലേസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇമേജസിന് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എഡ്ജ് ഡിറ്റക്ഷൻ യൂസിങ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് ചെയ്യാം. ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് എന്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുന്നത് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ വെച്ച്. ഇനി ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ വെച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് ചെയ്യാം. ബേസിക് എഡ്ജ് ഡിറ്റക്ഷൻ യൂസിങ് ഇമേജ് ഗ്രേഡിയന്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇമേജ് ഗ്രേഡിയന്റ് വെക്ടർ ദാറ്റ് പോയിന്റ്സ് ഡയറക്ഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റേറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ്. ഒരു ഫംഗ്ഷൻ എഫിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന എഫ് ഓഫ് ഒരു പോയിന്റ്, അതായത് ഒരു പിക്സൽ എഫ് എക്സ് കോമ വൈ എടുക്കുക, അതിന്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എക്സ് കോർഡിനേറ്റും വൈ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാം എക്സ് കോർഡിനേറ്ററിലോട്ടും വൈ കോർഡിനേറ്ററിലോട്ടും ചെയ്യാം. ഈ ഡെല്ലാണ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഈ ഡെൽ എഫിനാണ് ഗ്രേഡിയന്റ് എന്ന് പറയാം. ഈ ഡെല്ലാണ് ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഇൻ ദ എക്സ് ഡയറക്ഷൻ, ഗ്രേഡിയന്റ് ഇൻ ദ വൈ ഡയറക്ഷൻ. അതാണ് ജി എക്സ് ജി വൈ. അത് പറഞ്ഞാൽ എന്താ ഡോ ബൈ ഡോ എക്സ്. എഫ് പറഞ്ഞ ഫംഗ്ഷനെ എക്സില് ഡെറിവേറ്റീവ് എടുക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ്. അതുപോലെ തന്നെ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ്. ഈ ഫംഗ്ഷന് വൈന്റെ ടൈമിൽ ഡെറിവേറ്റീവ് ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രേഡിയന്റ് ഇൻഡിക്കേറ്റ്സ് സ്ട്രെങ്ത് ഓഫ് എഡ്ജസ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രേഡിയന്റ് ഇൻഡിക്കേറ്റ്സ് സ്ട്രെങ്ത് ഓഫ് എഡ്ജ്. ഈ ഗ്രേഡിയന്റ് ഓഫ് എഫ്, ഇതിപ്പോ ഒരു ലൊക്കേഷൻ എക്സ് കോമ വൈന്റെ ഗ്രേഡിയന്റ് ആണ് ഡെൽ എഫ്. അപ്പൊ ഡെൽ ജി എക്സ് ജി വൈ എടുത്തു. അതൊരു പോയിന്റിലത്തെ ഗ്രേഡിയന്റ് നോക്കണമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ തരുന്ന അറിയോ, എഡ്ജസിനാണ് മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് എഡ്ജിനാണ് മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ഫോം ചെയ്യും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് കോമ വൈ പോയിന്റിലുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ഓഫ് എഫ് ആണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ജി എക്സ് സ്ക്വയർ പ്ലസ് ജി വൈ സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് കാണാനുള്ളത്. അതിന്റെ ഡയറക്ഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ആൽഫ ഓഫ് ജെ എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ജി എക്സ് ബൈ ജി വൈ. അപ്പൊ അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ്. ഇനി ഗ്രേഡിയന്റ് ഓപ്പറേറ്ററിന്റെ ഒരു എക്സാമ്പിളാണ് കാണിക്കുന്നത്. ഡയറക്ഷൻ പോയിന്റ് എഡ്ജ്, നോട്ട് ദ എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഓക്കെ എഡ്ജ്. ഈ ഒരു പോയിന്റിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ
ഗ്രേഡിയൻ ഓപ്പറേറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത്, ഗ്രേഡിയൻ വെക്ടർ ഇങ്ങനെ പോകും. അപ്പോൾ അതിന് 90 ഡിഗ്രി ആയിട്ടാണ് എഡ്ജ് ഡിറ്റക്ഷൻ്റെ ഡയറക്ഷൻ പോകുന്നത്. കേട്ടോ, ഡയറക്ഷൻ ഈ വഴിയാണ് പോകുന്നത്. ആ ഒരു സംഭവം കാണിക്കുന്നത് ഗ്രേഡിയൻ ഓപ്പറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു ഇമേജ് ആണ്. ഇതിന്റെ എക്സ് ആക്സിസിലോട്ട് ചെയ്യുന്ന, ഹോറിസോണ്ടൽ ആക്സിസിലോട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു എക്സ് ആക്സിലുള്ള സംഭവങ്ങൾ ക്ലിയർ ആയി കാണാം. ഇതിന്റെ വൈ ആക്സിസിൽ പറയുമ്പോൾ വൈ ആക്സിസിലുള്ള പോയിന്റ്സ് ക്ലിയർ ആയിട്ട് കാണാം. ഈ എഡ്ജ് ഡിറ്റക്ഷൻ യൂസിങ് ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡറിൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് മസ്റ്റ് ബി ഓക്കെ. എഡ്ജ് ഡിറ്റക്ഷൻ ഫസ്റ്റ് ഓർഡറിൽ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന് എന്തൊക്കെ വേണം? 0 ഇൻ ഫ്ലാറ്റ് സെഗ്മെന്റ്സ്, കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ വാല്യൂസ്. 0 ഇൻ ഫ്ലാറ്റ് സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രേ ലെവലിന്റെ ആ റാമ്പ് കണ്ടില്ലേ, അതിന്റെ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എന്ത് വേണം? 0 വരണം. ഓക്കെ. പിന്നെ നോൺ സീറോ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഗ്രേ ലെവൽ. ഗ്രേ ലെവലിന്റെ റാമ്പിന്റെ സ്റ്റാർട്ടിങ് നോൺ സീറോ ആവണം. അതുപോലെ തന്നെ എലോങ് റാമ്പ് എന്താവണം? നോൺ സീറോ ആവണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റാമ്പിൽ എന്ത് വേണം? നോൺ സീറോ അലോങ് റാമ്പിൽ നോൺ സീറോ ആണ്. ബിഗിനിങ്ങിൽ നോൺ സീറോ ആണ്, റാമ്പിൽ നോൺ സീറോ ആണ്, ഫ്ലാറ്റ് സെഗ്മെന്റ്സിൽ 0 ആണ്. ഇതാണ് ഒരു ഫസ്റ്റ് അറിവ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻ. പിന്നെ ഇമേജ് എഫ് ഓഫ് എക്സ് കോമ വൈന് 2 ഫംഗ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഇതങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡോ എഫ് ഓഫ് ഡോ എക്സിന്റെ ടേം പറയുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എച്ച്, അതായത് ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്നതാണ്. വൈ മൈനസ് എഫ് ഓഫ് എക്സ് കോമ വൈ ബൈ എച്ച്. ഈ വൈൻ്റെ കേസ് ആണെങ്കിൽ എക്സ് അങ്ങനെ ഇട്ടിട്ട് വൈ പ്ലസ് എച്ച് കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ വൈ പ്ലസ് എച്ച് കൊടുക്കുക. ഇത് നമുക്ക് അറിയാം. പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ ആണ്. ലിമിറ്റ് വെച്ചിട്ട് 0 എക്സ് പ്ലസ് എച്ച് കൊടുക്കുക ബൈ എച്ച്. ഇത് ആ ഒരു ഇക്വേഷനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അധികം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എച്ച് എക്സിന് 1 കൊടുത്തിട്ടുള്ള വാല്യൂ മനസ്സിലായോ? ഈ എച്ച് എക്സ് എന്നുള്ളത് 1 കൊടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് എച്ച് എന്നുള്ളിടത്ത് 1 വരും. അതുപോലെ തന്നെ ഇവിടെ 1 വരും. ഇവിടെ അതുപോലെ തന്നെ എച്ച് വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ 1 ആവും, ഇവിടെ 1 ആവും. ഇത്രയും മതി. ഈ ഒരു സംഭവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ് ടൈപ്പ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യണ റോബോട്ട്സ് കേർണൽ. ഈ റോബോട്ട്സ് കേർണൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അതെന്താ മാസ്ക് ആണ്. മാസ്കിനാണ് എന്ത് പറയുക? കേർണൽ. മാസ്ക് എങ്ങനെയാണ് ഇമേജിൽ ഓപ്പറേറ്റ് ചെയ്യുക? ഒരു ഇമേജ്, ഒരു ഡിജിറ്റൽ ഇമേജിന്റെ മുകളിലൂടെ ഈ മാസ്ക് പാസ് ചെയ്യും അല്ലേ? എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ പണ്ട് പറഞ്ഞു തന്നിരുന്നു, ഈ ഡിജിറ്റൽ ഇമേജിന്റെ അതിന്റെ മുകളിലൂടെ മാസ്ക് പാസ് ചെയ്യും. എന്നിട്ട് ഇമേജിൽ ഉള്ള മാസ്ക് ഇപ്പൊ ഏത് 3x3 മാസ്ക് ആണെങ്കിൽ ആ മാസ്ക് 3x3 എന്നുള്ള പോർഷൻ അവിടെ ഇമേജിന്റെ 3x3 പോർഷൻ എടുക്കും. എന്നിട്ട് ആ മാസ്കിലുള്ള വാല്യൂസും അതുപോലെ തന്നെ ഇമേജിലുള്ള വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോന്നും ആഡ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത് കേർണൽ അല്ലെങ്കിൽ മാസ്ക്. ഇത് റോബോട്ട് പറഞ്ഞൊരു മാസ്ക് ആണ്. റോബോട്ട്സ് മാസ്ക് അല്ലെങ്കിൽ റോബോട്ട്സ് കേർണൽ. കേർണൽ എന്ന് പറഞ്ഞാൽ മാസ്ക് തന്നെയാണ്. മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിറ്റർമൈൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് പിക്സൽ. പിന്നെ മെയിൻ ഒബ്ജക്റ്റ് പറഞ്ഞാൽ എല്ലാത്തിന്റെ ഉള്ള പോലെ തന്നെ 2 അഡ്ജസന്റ് പിക്സൽസ് തമ്മിലുള്ള ഇത് മാസ്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിറ്റക്ഷൻ കാണുക എന്നുള്ള കേട്ടോ. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ബേസിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ എന്താ യൂസ് ചെയ്യുന്നത്? +1 ഉം -1 ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് പിക്സൽസ്, ഫോർവേഡ് ഡിഫറൻസസ്. അതായത് 2 പിക്സൽസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് റോബോട്ട് കേർണൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിവിടെ യൂസ് ചെയ്യുന്നത് +1 ഉം -1 ആണ്. ഇപ്പൊ റോബോട്ട് കേർണൽ അങ്ങനെ ചെയ്യുന്നത്, റോബോട്ട് kernels are too small to reliably find edges in the presence of noise. അതായത് റോബോട്ട് കേർണൽസ് 2 സ്മോൾ ആണ്. അതായത് കേർണൽ എന്ന് പറയുമ്പോൾ അതൊരു മാസ്ക് ആണ്, അതൊരു മെട്രിക്സ് ആയിരിക്കും, ഒരു 2x2 മെട്രിക്സ് ആണ്. ഇപ്പൊ സ്മോൾ മെട്രിക്സ് ആണ് റോബോട്ട് കേർണൽസ് അല്ലെങ്കിൽ റോബോട്ട് മാസ്കുകൾ. റോബോട്ട്സ് മാസ്ക് അതെന്താണ്? നമ്മൾ എഡ്ജസ് നോയ്സിന്റെ പ്രസൻസിൽ നമുക്ക് എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 2x2 മെട്രിക്സ് ആവും. അപ്പൊ നമുക്ക് ഒരു നമ്മുടെ ഇമേജ് 5x5 ഇമേജ് ആണെങ്കിൽ അതിന്റെ 2x2 പോർഷന് മാത്രം ഇങ്ങനെ കവർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാസ്ക് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ആണ്. 2x2 മാസ്ക് ഇസ് ഗിവൻ ബൈ, ആ മാസ്ക് ആണിത്, gx -1001 gy. അതായത് ഗ്രേഡിയന്റ് എക്സിലോട്ട് വരുന്ന മാസ്ക് ഇതും ഗ്രേഡിയന്റ് വൈയിലോട്ട് വരുന്ന മാസ്ക് ഇതുമാണ് റോബോട്ട് കേർണൽ. അപ്പൊ നിങ്ങൾ ആ മാസ്ക് നിങ്ങൾ കാണാൻ പഠിക്കണം. -1 0 0 1 0 -1. ഓക്കെ. 1 0 റോ അങ്ങോട്ട് കൊണ്ട് മറിച്ചിട്ട് -1 0 എന്നുള്ള 0 -1 ആക്കി, 0 1 എന്നുള്ളത് തിരിച്ചിട്ട് 1 0 ആക്കി. ഓക്കെ. അപ്പോൾ എലോങ് എക്സും എലോങ് വൈ ഉള്ള എന്താണ്? ഗ്രേഡിയന്റ് വാല്യൂ ആണ്. ഇനി നെക്സ്റ്റ്
ഞാൻ ഇതിനെ ഒരു റോബോട്ട് കേണലൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. അതായത് ഇതാണ് ഇമേജ് എങ്കിൽ Z1, Z2, Z3, Z4, Z5 ജസ്റ്റ് ഒരു 3x3 ഇമേജ് എടുത്തു. ഓക്കെ, നമ്മുടെ കേണൽ GX എന്താണ്? റോബോട്ട് കേണലാട്ടോ പറയുന്നത്. കേണൽ GX എന്താണ്? -1 0 0 1, GY എന്നാൽ 0 -1 1 0. ഇതാണ് നമ്മുടെ എക്സിന് അലോങ് ആയിട്ട് വൈന് അലോങ് ആയിട്ടുള്ള കേണൽ. ഇനി എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് GX കാണുക എന്ന് പറഞ്ഞാൽ എന്താ? GX പറഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ആണ്. GY എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ആണ്. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതാണ് റോബോട്ട് കേണൽ, ഇതാണ് നമ്മുടെ എന്ത് ഇമേജ്, ഇതാണ് ഇമേജ്, ഇതാണ് റോബോട്ട് കേണൽ. ഓക്കെ, ഈ രണ്ട് മാസ്ക് എന്താ ചെയ്യുന്നത്? എക്സ് ആവുമ്പോൾ എലോങ് എക്സ് ആക്സിസിലോട്ട് ഈ മാസ്ക് പോകും. അപ്പൊ നമുക്ക് 2/2 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇമേജിന്റെ ഒരു 2/2 പോർഷനിലാണ് ഇത് കവർ ചെയ്യുക അല്ലെ. മാസ്ക് ചെയ്യുക പറയുമ്പോൾ ഒരു ഡിജിറ്റൽ ഇമേജിന്റെ മുകളിലൂടെ ഈ മാസ്ക് പാസ് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പൊ മാസ്ക് പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാ കിട്ടുക? അതായത് GX മാസ്ക് ഇതിലൂടെ പാസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലൂടെ പാസ് ചെയ്യണമെന്ന് വിചാരിച്ചോ കേട്ടോ, ഈ ഒരു പോർഷനിലൂടെ. ഓക്കെ, 2/2 പോർഷനിലൂടെ അല്ലേ ഈ ഒരു ഫുൾ ഇമേജ് ഉണ്ടായാലും ഇത് മാസ്ക് 2/2 പോർഷനിലൂടെ മാസ്ക് ചെയ്യുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ചെയ്യുക? ഫസ്റ്റ് എലമെന്റ് -1 Z5 -1 മൾട്ടിപ്ലൈ എന്ത് കിട്ടും? -Z5 കിട്ടും. പിന്നെ ഇവിടെ 0 ആണ്, പിന്നെ Z9. അപ്പൊ Z9 -Z5 കിട്ടും. ഓക്കെ, GY എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ മാസ്ക് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 0 ഉള്ളത് പോയാൽ എന്ത് കിട്ടും? ഈ പൊസിഷനിലാണ് 1 ഉള്ളത്. അപ്പൊ Z8 -Z6 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേണൽ എന്ത്? പ്രിവറ്റ് കേണൽ. ഓക്കെ, ഇത്രയാണ് റോബോട്ട് കേണൽ. റോബോട്ട് കേണൽ പറഞ്ഞാൽ അഡ്ജസന്റ് ആയിട്ടുള്ള എന്താ റോബോട്ട് കേണലിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഓപ്പറേറ്റിംഗ് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ റോബോട്ട് കേണൽ എന്താ പറഞ്ഞാൽ അഡ്ജസന്റ് ആയിട്ടുള്ള പിക്സൽസിനെ കമ്പയർ ചെയ്തിട്ട് എല്ലാം അങ്ങനെ തന്നെ കമ്പയർ ചെയ്തിട്ട് ചെയ്യുന്നത്. അതിൽ രണ്ട് എലമെന്റ്സ് ഉണ്ട് മെയിൻ ആയിട്ട്, +1 -1 ഉള്ളത്. അത് സ്മോൾ ആയിട്ടുള്ള കേണലാണ്, സ്മോൾ മാസ്ക് ആണ്, 2/2 മാസ്ക് ആണ്. പിന്നെ അത് എങ്ങനെയാണ് ഒരു ഇമേജിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രിവറ്റ് കേണൽ. പ്രിവറ്റ് കേണൽ പറഞ്ഞാൽ വേറെ ടൈപ്പ് മാസ്ക് ആണ്, പക്ഷെ അത് 3/3 മാസ്ക് ആണ്. സെൻട്രൽ ഡിഫറൻസിന്റെ ബേസിലാണ് ചെയ്യുന്നത്. ബെറ്റർ ഓപ്പറേറ്റഡ് ആൻഡ് റോബോട്ട് ഓപ്പറേറ്ററിന്റെ അല്ലെങ്കിൽ റോബോട്ട് കേണലിന്റെ ബെറ്റർ ആയിട്ടുള്ള കേണലാണിത്. ഓക്കെ, കൺസിഡർ ദ പിക്സൽ അറേഞ്ച്മെന്റ്. ഇങ്ങനെ ഈ രീതിയിലാണ് പിക്സൽസിനെ അറേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മുടെ എന്ത് ഇമേജ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതാണ് നിങ്ങളെ ഇമേജ് വിചാരിച്ചോ. A0 A1 A2 A3 A4 ഇതിനെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, ഞാൻ മറ്റേ രീതിയിൽ പറഞ്ഞത്. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ A0 A1 A2 A3 A4 A5 A6 A7 ലാസ്റ്റത്തെ IJ ഇതാണ് ആ പോയിന്റ് എങ്കിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് പ്രിവറ്റ് കേണലിനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ GXന്റെ ടേം ആണെങ്കിൽ അപ്പൊ അതിന് പകരം ഞാൻ GXും GY എന്താ പറയുക? ഓക്കെ, GX ആണ് ഇവിടെ നമ്മൾ GX GY 2/2 എടുത്തു. ഇവിടെ GXും GYയും 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ പ്രിവറ്റ് കേണൽ അല്ലെങ്കിൽ മാസ്ക്, ഈ മാസ്കിന്റെ വാല്യൂ ഇതാണ് എന്ത്? -1. അതായത് ഫസ്റ്റ് റോ മൊത്തം -1, സെക്കൻഡ് റോ മൊത്തം 0, തേർഡ് റോ മൊത്തം 1. GX GY എന്ന് പറയുമ്പോൾ ഇതിന്റെ റോസ് കോൾ ആക്കുക, അത്രേ ഉള്ളൂ. ഫസ്റ്റ് റോ എന്താക്കി? ഫസ്റ്റ് കോൾ ആക്കി, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അങ്ങനെ GXും GYയും കാണും. ഇവിടെ നോയ്സിന്റെ പ്രിവറ്റ് മാസ്ക് ഡിഫറൻസസ് ഇൻ വൺ ഡയറക്ഷൻ, ആവറേജസ് അതർ ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻസ് ഡിഫറൻസ്, മറ്റൊരു ആവറേജ് ഒക്കെ. അതുകൊണ്ട് തന്നെ ഇതില് മോർ വൾണറബിൾ ടു നോയ്സ്. അപ്പൊ നോയ്സ് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യും ഈ പ്രിവറ്റ് കേണലിൽ. ഓക്കെ, അപ്പൊ 3/3 കേണലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാൻ മറ്റത് പറഞ്ഞ പോലെയാണ് ഇത് പറയുന്നത്. GX GY ഇത് നമുക്ക് GX കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഈ മാസ്കും ഇതാണ് ഇമേജ് എങ്കിൽ ഈ മാസ്ക് ഇമേജും കൂടി നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുന്നത്? ഈ ഇമേജിന്റെ മുകളിലൂടെ ഈ മാസ്ക് പാസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ വാല്യൂ കിട്ടുക? ജസ്റ്റ് നോക്ക്, ഈ പോസിറ്റീവ് 0 ഉള്ളത് എന്തായാലും ഈ മാസ്കിന്റെ മുകളിൽ ഇത് പാസ് ചെയ്യാറ്. ഇപ്പൊ ഇതിന്റെ ഓരോ പൊസിഷനും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാൻ. അപ്പൊ ഈ സെൻട്രൽ വാല്യൂസ് ഉണ്ടാവോ? ഇല്ല, അത് ഫുള്ള് 0 ആയി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 1 ഉള്ള പോർഷൻ എടുക്കാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള പോർഷൻ ഈസിക്ക് വേണ്ടി എടുക്കണം, പോസിറ്റീവ് പോർഷൻ എടുക്കാം. അപ്പൊ എന്തായി? 1 × A6 പ്ലസ് 1 × A5 പ്ലസ് 1 × A4. അപ്പൊ എന്താ കിട്ടുക? A4 പ്ലസ് A5 പ്ലസ് A6. അതവിടെ A6 പ്ലസ് ഈ സെൻട്രൽ പോർഷൻ ആവറേജ് ചെയ്യുന്ന CA5 ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ
സീനെ നമുക്ക് 1 ആയിട്ടാണ് എപ്പോഴും എടുക്കുക. ഓക്കെ, സീനെ 1 ആക്കി എടുക്കുക. അപ്പൊ സെൻട്രൽ കണ്ടവിടെ പറയുന്നുണ്ട് സെൻട്രൽ ഡിഫറൻസ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സീനെ നമുക്ക് 1 ആക്കി എടുക്കാം. അപ്പൊ A6 പ്ലസ് CA5 പ്ലസ് A4 മൈനസ് വരാൻ കാരണം നെക്സ്റ്റ് റോ, പിന്നെ ഇത് മുഴുവൻ 0 ആണ്. നെക്സ്റ്റ് ഉള്ള ഇതാണ്. ഇത് മൊത്തം മൈനസ് ആയതുകൊണ്ട് ഇതിന്റെ മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ -A0 -A1 -A2 എന്നാ കിട്ടുക. അപ്പൊ അതിന് പകരം മൈനസ് പുറത്തേക്ക് എടുത്താൽ A0 പ്ലസ് CA1 പ്ലസ് A2 കിട്ടി. സിക്ക് 1 ഇട്ട് കൊടുത്താൽ സെയിം വാല്യൂ കിട്ടും. അതുപോലെ തന്നെ GY എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം പോസിറ്റീവ് എടുക്കാം. ഈ മൂന്നാമത്തെ കോളാണ് പോസിറ്റീവ്. A2 പ്ലസ് CA3 പ്ലസ് A4 സെൻട്രലുള്ള പോർഷനെ മാത്രം C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് ഈ പോർഷൻ എടുക്കുക. ഈ പോർഷൻ അറിയുമ്പോൾ A0 പ്ലസ് CA7 പ്ലസ് A6. ഓക്കെ, മറ്റേത് പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ ഈ സോബൽ കോർണർ കൂടി പറഞ്ഞിട്ട് ഞാൻ ആ എക്സാമ്പിൾ പറയട്ടോ. ഈ സോബൽ കേർണൽ പറഞ്ഞാൽ ഇതേ ടൈപ്പ് വേറൊരു ടൈപ്പ് കേർണലാണ്. സെൻട്രൽ ഡിഫറൻസ് ബട്ട് ഗ്രേറ്റർ വെയിറ്റ് ടു ദ സെൻട്രൽ പിക്സൽ വെൻ ആവറേജ്. ഇവിടെ സെൻട്രൽ പിക്സലിന്റെ ബേസിൽ തന്നെയാണ് ഇതിനെ കൊണ്ട് പറഞ്ഞ മാതിരി. ഇവിടെ കണ്ടോ, സെൻട്രൽ പിക്സൽ ബേസിലാണ്, സെൻട്രലിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സി കൊടുക്കുക. പക്ഷെ സിന്റെ വാല്യൂ നമ്മൾ 1 ആണ് പ്രിവറ്റ് കേർണൽ എടുക്കുന്നത്, പക്ഷേ പ്രിവറ്റ് ഓപ്പറേറ്റർ എടുക്കും. പക്ഷെ സോബൽ കേർണറിൽ നമ്മൾ എടുക്കുന്ന ഈ സെൻട്രലിന്റെ വാല്യൂ -2 വെച്ചിട്ടാണ്. അപ്പൊ ഈ സെയിം സംഭവം തന്നെ ലോവറിൽ പോസിറ്റീവും അപ്പറിൽ മൈനസും. പക്ഷെ ഇതിന്റെ സെൻട്രൽ പോയിന്റ് -1നും പകരം ഇവിടെ സെൻട്രലിൽ -2 2 ആവും. ഇവിടെ അതുപോലെ തന്നെ ഈ കോളാക്കി മാറ്റുക, -1 -2 ഇത് 0, അങ്ങനെ റോസ് കോളാക്കി മാറ്റുക. അപ്പൊ സോബലും പ്രിവറ്റും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ C=1 ആണ്, സെൻട്രൽ പോയിന്റ് 1 ആവും, അവിടെ സെൻട്രൽ പോയിന്റ് 2 ആണ്. ഓക്കെ, പിന്നെ നോൺ സപ്രഷൻ ക്യാരക്ടറിസ്റ്റിക്സ് പ്രിവറ്റ് മാസ്കിലേറെ കൂടുതലാണ് ഇവിടെ. ഓക്കെ, ഡയഗണൽഡ് ആണ്. അതിന്റെ മുന്നേ ഞാൻ ആ ഒരു പോർഷനും കൂടി പറയാം കേട്ടോ. ഈ പ്രൈവറ്റ് കേർണൽ നോക്ക്, പ്രൈവറ്റ് കേർണലിന്റെ ഞാൻ പറഞ്ഞു അല്ലെ, ആ സെയിം സംഭവം. അതിൽ GX പറഞ്ഞാൽ എന്താ, ഡോ എക്സ് ഓഫ് എഫ് ഈക്വൽ ടു, ഇത് നമ്മുടെ ഇൻപുട്ട് ഇമേജ് തന്നെ ആയിക്കോട്ടെ, Z1 Z2 Z3 Z4 ആണെങ്കിൽ താഴെയുള്ളത് എടുക്കുക. താഴെയുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ, ആ സെയിം സംഭവം തന്നെ. ഇവിടെ നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് Z7 പ്ലസ് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഒരു ഇമേജ് ഇങ്ങനെ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഇമേജിന്റെ മുകളിലൂടെ മാസ്ക് പോകുന്ന ഓപ്പറേറ്റ് ചെയ്യണേ നമ്മൾ കാണിച്ചു തന്നത്. Z7 പ്ലസ് Z8 പ്ലസ് Z9, പിന്നെ ഏറ്റവും മുകളിലുള്ളത് അത് പ്ലസ് മൈനസ് ഓഫ് ഇത് മൈനസ് എടുത്തിട്ട് Z1 പ്ലസ് Z2 പ്ലസ് Z3. അങ്ങനെയാണെങ്കിൽ വൈന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഉള്ളത്, അതായത് Z1 Z2 Z3യും ഫസ്റ്റ് അതാ വരിക, അതായത് Z3യും Z6ഉം Z9 ആണ്. തേർഡ് കോളം നോക്കുക, Z3 Z6 Z9 മൈനസ് Z1 Z4 Z7. ഇനി സോബൽ മാസ്കും സെയിം, അതായത് 2ലുള്ള ഡിഫറൻസ് സെൻട്രൽ പോർഷൻ 2 ആവും, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ പോർഷൻ വരികയാണ്, ഇവിടെ ആകുമ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ ഇത് തന്നെയാണ് ഈ സെയിം സംഭവം. Z7 പ്ലസ് Z8ന് പകരം 2Z8 പ്ലസ് Z9 മൈനസ് Z1 പ്ലസ് 2Z2 പ്ലസ് Z3. അതുപോലെ തന്നെ വൈയിൽ വരുമ്പോൾ Z3 പ്ലസ് 2Z6 പ്ലസ് Z9 മൈനസ് Z1 പ്ലസ് Z4ന്റെ കൂടെ 2Z4 ഉണ്ടാവും പ്ലസ് Z7. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഓക്കെ, കേർണൽ പറഞ്ഞു. പ്രിവറ്റ് കേർണൽ സോബൽ കേർണലും ഡയഗണൽ എഡ്ജ് ഡിറ്റക്ഷന് വരുമ്പോൾ, ഡയഗണൽ എഡ്ജ് ഡിറ്റക്ഷൻ പറയുമ്പോൾ 45 ഡിഗ്രി എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. അവിടെ നമ്മൾ 90 ഡിഗ്രി എഡ്ജ് ഡിറ്റക്ഷൻ ഡയറക്ഷൻ 90 ഡിഗ്രി ആയിരുന്നു. ഇവിടെ 45 ഡിഗ്രി എഡ്ജ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഡയഗണൽ എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രിവറ്റും സോബലും എങ്ങനെ വരിക, പ്രിവറ്റ് പറയുമ്പോൾ 1 വരുന്നതാണ്, സോബില് വരുമ്പോൾ 1ന് പകരം 2 വരുന്നതാണ്. അപ്പൊ കണ്ടോ, ഡയഗണലിൽ വരുമ്പോൾ പ്രിവറ്റിൽ നമ്മൾ വരുന്ന വാല്യൂസ് 0യും, അതായത് ലോവർ ഏറ്റവും താഴെ 1ഉം ഏറ്റവും മുകളിൽ -1ഉം സെൻട്രൽ 0 അല്ലേ. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ എന്താ ചെയ്യുന്ന അറിയോ, ഡയഗണലിൽ 0, ഡയഗണൽ ഡിറ്റക്ഷൻ ആയതുകൊണ്ട് ആ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തെന്നുള്ളൂ. ഡയഗണലിൽ 0 വരും, പിന്നെ ഈ ഡയഗണലിന്റെ ലോവർ സൈഡിൽ നെഗറ്റീവ് വരും, ഡയഗണലിന്റെ അപ്പർ സൈഡിൽ 1 വരും GXന്. GYക്കോ ഡയഗണല് ഇങ്ങനെയുള്ള ഡയഗണൽ നേരെ റിവേഴ്സ് ഡയഗണൽ ആവും. എന്നിട്ട് ഈ ഡയഗണലിന്റെ ലോവർ സൈഡിൽ 1ഉം അപ്പർ സൈഡിൽ -1. അതാണ് പ്രിവറ്റ്. സോബൽ എന്ന് പറയുമ്പോൾ സെയിം പോലെ തന്നെ ഈ -1ന് പകരം -2, ഈ 1ന് പകരം 2, സെൻട്രലിലുള്ള -1ന് -2ഉം 1ന് പകരം 2, ഇവിടെ അതുപോലെ തന്നെ -2, ഇവിടെ അതുപോലെ തന്നെ 2. ഇതാണ് പ്രിവറ്റ് സോബൽ. ഇനി ഫ്രിഞ്ച് ആൻഡ് എഡ്ജ് ഡിറ്റക്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. ഫ്രിഞ്ച് ആൻഡ് എഡ്ജ് ഡിറ്റക്ഷൻ
അത് ഇതേപോലെ തന്നെയാണ്. പക്ഷേ ജിന്റെ ഈ ഗ്രേഡിയൻസ് ഒരു 9 വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാറിയിട്ട് അത് ആവശ്യമില്ല. നെക്സ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കഴിഞ്ഞ് നെക്സ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഡെറിവേറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞതിനെയാണ്. ഗ്രേ ലെവൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ ജസ്റ്റ് വായിക്കാം. ഫൈൻഡിങ് ദ ഐഡിയൽ എഡ്ജ് ഈസ് ഇക്വലന്റ് ടു ഫൈൻഡിങ് ദ പോയിന്റ് വേർ ദ ഡെറിവേറ്റീവ് ഇസ് മാക്സിമം പറഞ്ഞു. ഈ ഐഡിയൽ എഡ്ജ് കാണുക സെക്കൻഡ് ഡെറിവേറ്റീവില് ഈ റാമ്പിന്റെ മാക്സിമം മിനിമം ആണ് കാണുന്നത് അല്ലെ. maximum value, the minimum value, the maximum value. To find the point where the derivative is maximum, differentiate the derivative, second derivative equal to 0. ഇതാണ് നമ്മുടെ റാമ്പിന്റെ ലോവറും അപ്പറും. ഇതിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണണമെങ്കിൽ ഇതിനെന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവിന് 0ക്ക് ഇക്വൽ ചെയ്താൽ മതി. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് മാക്സിമം വാല്യൂ കാണാം. ദ മാക്സിമം വാല്യൂ, ദ മിനിമം വാല്യൂ അല്ലെ. മാക്സിമം വാല്യൂ ആണ് മിനിമം വാല്യൂ. ഫൈൻഡിങ് ദ ഓപ്ഷണൽ എഡ്ജ്, ദ എക്സ്ട്രീം എൻഡ് രണ്ടാണ്. Finding the optimal edge is equivalent to finding the places where the second derivative is 0. Second derivative 0 ഉള്ള optimal edge ആണ്. Zero crossing is the place. Zero crossing is the place where one pixel is positive and the neighboring pixel is negative. ഒരു പിക്സൽ പോസിറ്റീവും ഒരു പിക്സൽ നൈബറിംഗ് പിക്സൽ നെഗറ്റീവ് ആവുന്നതാണ് എന്ത്? സീറോ ക്രോസിംഗ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ വരക്കും, കാണുന്നുണ്ടോ അറിയില്ല. ഇതിന്റെ എക്സ്ട്രീം പോയിന്റ് നിന്നും സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഈ ലൈനിന്റെ എക്സ്ട്രീം പോയിന്റ് നിന്നും ഈ രണ്ടാമത്തെ ലൈനിന്റെ എക്സ്ട്രീം പോയിന്റ് തമ്മിൽ ഒരു ലൈൻ വരച്ചാല് ഇതിന്റെ സെന്ററിലൂടെ സീറോയിലൂടെയാണ് പാസ് ചെയ്യുക. ഈ ലൈനിന്റെ സീറോയിലൂടെയാണ് പാസ് ചെയ്യുക എന്ന് വെച്ചാല് അതുകൊണ്ടാണ് സീറോ ക്രോസിംഗ് പറയാ. ഈ സീറോ ക്രോസിംഗ് എന്ന് പറഞ്ഞ പ്ലേസ് ഏതറിയും? ഇമേജ് നോക്കുമ്പോൾ ഇവ 1 പിക്സൽ ഇസ് പോസിറ്റീവ്, അത് ഓക്കെ, ഒരു പിക്സൽ പോസിറ്റീവ് വേറെ പിക്സൽ നെഗറ്റീവ്, അതായത് ഒരു പിക്സൽ ഹൈ വാല്യൂ ഉള്ളതും ഒരു പിക്സൽ ലോ വാല്യൂ ഉള്ളതും അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി ആണ് എന്ത്? അത് നമ്മുടെ എഡ്ജിന്റെ സെന്ററിലൂടെയാണ് പാസ് ചെയ്യുക. അത്രയും നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഡെറിവേറ്റീവ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ ആണ്. ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ഡെൽ ആണെങ്കിൽ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ. സീറോ ക്രോസിംഗ് മെത്തേഡ് കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലം. ഓക്കെ, സീറോ ക്രോസിംഗ് മെത്തേഡ് പ്ലസ് 2 പിക്സൽസ് തിക്ക് എഡ്ജസ്. 2 പിക്സല് തിക്ക് എഡ്ജസ് ആയിട്ട് നമുക്ക് കാണിക്കും. സീറോ ക്രോസിംഗ് മെത്തേഡ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു നോയ്സ്. ഓക്കെ, അതിന്റെ ഡിസഡ്വാൻറ്റേജ് അറിയുമ്പോൾ അത് സെൻസിറ്റീവ് ടു നോയ്സ് ആണ്. ഈ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കൊണ്ട് ചെയ്യുന്ന 2 ഡിസഡ്വാൻറ്റേജ് അറിയുമ്പോൾ അത് നോയ്സിനായിട്ട് സെൻസിറ്റീവ് ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ ഓൾറെഡി ഒരു നോയ്സ് ഉണ്ടാവും. അതിന് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിന്റെ നോയ്സ് വീണ്ടും കൂടും. അപ്പോൾ നോയ്സിനായിട്ട് സെൻസിറ്റീവ് ആണ്. പിന്നെ രണ്ടാമത്തെ അറിയുമ്പോൾ ഈ സൈൻ ചേഞ്ച് ഡാർക്കറും ലൈറ്ററിന്റെ ഇടയിൽ ഡബിൾ എഡ്ജ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. 2 പിക്സൽ തിക്ക് എഡ്ജ്, അതായത് 2 ഡബിൾ എഡ്ജസ് ഫോം ചെയ്യാനും വേണ്ട ചാൻസ് ഉണ്ട് സീറോ ക്രോസിംഗ് മെത്തേഡ് യൂസ് ചെയ്താൽ. അതായത് ഈ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ വെച്ച് ചെയ്താൽ, ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ വെച്ച് ചെയ്യുന്നതിനാണ് സീറോ ക്രോസിംഗ് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്താൽ 2 പ്രോബ്ലം ആണ്. ഒന്ന് സെൻസിറ്റീവ് ടു നോയ്സും, നെക്സ്റ്റ് edge double edges producing. Okay, for images there's a single measure that measures. Okay, second derivative നമ്മൾ dot product of del, അതായത് 2 gradient operator del dot del എന്ന് പറയാം. that is equal to del square. അതാണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. del dot del ആണ്. del പറഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ എക്സ്, വീണ്ടും ഡോ ബൈ ഡോ വൈ, വീണ്ടും del പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ. അപ്പൊ ഡെൽ ഡോട്ട് ഡെൽ അറിയുമ്പോൾ ഇങ്ങനെ പറയാം, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ. അപ്പൊ ഡെൽ സ്ക്വയർ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ എഫ് ഇൻറ്റു എഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ ബൈ ഡെൽ എക്സ് സ്ക്വയർ എഫ് പ്ലസ് ഡെൽ സ്ക്വയർ ബൈ ഡെൽ വൈ സ്ക്വയർ എഫ്. അത്രയേ ഉള്ളൂ. ഈ ഒരു പോർഷന് കൺഫ്യൂഷൻ ആവേണ്ട. അപ്പോൾ ഇത് ഇത്ര നോക്കിയാൽ മതി കേട്ടോ. ലാപ്ലേഷ്യൻ ഓപ്പറേഷന്റെ മാസ്ക് ഇങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. 0 -1 0, അതുപോലെ തന്നെ -1 4 -1. ഇതാണ് ലാപ്ലേഷ്യൻ ഓപ്പറേഷന്റെ മാസ്ക് നമ്മൾക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാസ്ക് എന്ത് ചെയ്യാൻ നമ്മൾ നേരത്തെ പോലെ ഇമേജിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് മറ്റേതിനെ പോലെ തന്നെ ഉണ്ട്. ഓക്കെ, അവിടെ ഉണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവിൽ വരുമ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ ഇതാണ് നമ്മുടെ മാസ്ക് അല്ലെ. ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററിന്റെ മാസ്ക് ആണിത്. 0 -1 0 -1 ഇങ്ങനെ ഒരു മാസ്ക്. ഈ ഒരു മാസ്ക് ആകുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ മറ്റേ പോലെ തന്നെ ഡെൽ സ്ക്വയർ എഫ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എഫ് പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ എഫ് ഓഫ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു. ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പോസിറ്റീവ് മറ്റേ ചെയ്ത പോലെ തന്നെ പോസിറ്റീവ് പാർട്ട് എടുക്കുക. ഇതൊക്കെ നെഗറ്റീവ് ആണ്. ഈ 4നും ഇതുണ്ടോ ഒരു 4 വെച്ചിട്ട് ഈ 4ന് ഇതിലൊക്കെ നെഗറ്റീവ്. അപ്പൊ 4 പോസിറ്റീവും നെഗറ്റീവുകളും ബാക്കി
അപ്പുറത്ത് 0. അപ്പോൾ 4 എന്നുള്ളതാണ് വലുത്, പോസിറ്റീവ് ആയിട്ടുള്ള. അപ്പോൾ 4 ഈ സെൻറ്ററിലാണ് വരിക. അപ്പോൾ 4z5, ഇതിനൊക്കെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഓഫ് ഓരോന്ന് ചെയ്യാം. z2 പ്ലസ് z4 പ്ലസ് z6 പ്ലസ് z8. ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. Then next, Laplacian operator. Laplacian operator subtract the brightness value neighboring pixel brightness value എന്ത് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവ് പറയും, ഡിപ്പെൻഡിങ് whether the center point lies with respect to edge. ഈ സെൻട്രൽ പോയിന്റ് എഡ്ജിനായിട്ട് വരുന്നുണ്ടോ നോക്കി അതിനനുസരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറയും. അതായത് ഓക്കെ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ഇത് നമ്മുടെ ഇമേജ്, അതായത് ഇമേജിലുള്ള പിക്സല് ഡാർക്ക് സൈഡ് ആണോ ലൈറ്റർ സൈഡ് ആണോ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ രണ്ട് യൂസസ് ഉണ്ട്. രണ്ട് യൂസസ് പറഞ്ഞാൽ ഒന്ന് ഈ ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞു മേലക്കും താഴേക്കും ഓരോ പോയിന്റ് ഉണ്ട്, അത് പോസിറ്റീവ് നെഗറ്റീവ്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള അതിന്റെ സൈൻ ആണ് സെക്കൻഡ് ഡെറിവേറ്റീവിൽ യൂസ് ചെയ്യുന്നത്. എന്തിന്? ഇമേജിലെ പിക്സല് ഡാർക്ക് സൈഡിലാണോ ലൈറ്റർ സൈഡിലാണോ എന്ന് നോക്കുന്നത് ഈ സൈൻ ആണ്. പിന്നെ അതാണ് ഫസ്റ്റ് യൂസ്. ഓക്കെ, ഈ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് സൈഡ് ആണോ ലൈറ്റർ സൈഡ് ആണോ നോക്കുന്നത്. സെക്കൻഡ് യൂസ് എന്താണെന്ന് വെച്ചാൽ ഇമേജിനറി ലൈൻ ബിറ്റ്വീൻ എക്സ്ട്രീം പോസിറ്റീവ് ആൻഡ് എക്സ്ട്രീം നെഗറ്റീവ്. എക്സ്ട്രീം പോസിറ്റീവ് എക്സ്ട്രീം നെഗറ്റീവിലൂടെ ഇമാജിനറി ലൈൻ വരച്ചാൽ നമുക്ക് കറക്റ്റ് സെൻട്രലിലൂടെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇമേജിനറി ലൈൻ വരയ്ക്കുന്നത് കൂടെ നമുക്ക് ഈ സെൻട്രലിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ മിഡ് പോയിന്റ് ഓഫ് എഡ്ജ് കാണാൻ പറ്റും. ഓക്കെ, മിഡ് പോയിന്റ് ഓഫ് എഡ്ജ് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ എഡ്ജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെഗ്മെന്റേഷനും അപ്പൊ ഒന്നും കൂടി സുഖമാവും. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് റെക്കഗ്നൈസ് ചെയ്യാനും സുഖം. പിന്നെ ഇതിന്റെ ഡ്രോബാക്ക്, ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററിന്റെ ഡ്രോബാക്ക് നേരത്തെ പറഞ്ഞു, യൂസ്ഫുൾ ഡയറക്ഷണൽ ഇൻഫോർമേഷൻ ഇസ് നോട്ട് അവൈലബിൾ ബൈ ദ യൂസ് ഓഫ് ലാപ്ലേസ്. ഒരു ഡയറക്ഷൻ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടില്ല, ഡയറക്ഷൻ കിട്ടില്ല ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ. ഓക്കെ, ലാപ്ലേസ് ഓപ്പറേറ്റർ വെച്ച് ചെയ്താൽ ഡയറക്ഷൻ കിട്ടില്ല. അതുപോലെ തന്നെ ഡയറക്ഷൻ കിട്ടില്ല. പിന്നെ മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞു എന്താ ഡബിൾ എഡ്ജസ് ഫോം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ളത് ബീങ് ആൻ അപ്രോക്സിമേഷൻ ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഡബ്ലി എൻഹാൻസ് നോയ്സ് ഇൻ ദി ഇമേജ്. ഇമേജിൽ നോയ്സ്, അതായത് മോർ സെൻസിറ്റീവ് ടു നോയ്സ് ആണ്, നോയ്സ് ഇൻക്രീസ് ചെയ്യും. ഈ ലാപ്ലേഷൻ ഓഫ് ഗോഷ്യൻ, അത് ഇതിന്റെ വേറെ പാർട്ടാണ്. ലാപ്ലേഷൻ ഓഫ് ഗോഷ്യൻ പറഞ്ഞാൽ പ്രോമിനന്റ് സോഴ്സ് ഓഫ് പെർഫോമൻസ് ഡിഗ്രഡേഷൻ ഓഫ് ലാപ്ലേഷൻ ഓപ്പറേഷൻ ഇസ് നോയ്സ് ഇൻ ദി ഇൻപുട്ട് ഇമേജ്. ഈ ഇമേജിന്റെ ഡീഗ്രഡേഷൻ, അതായത് ലാപ്ലേഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് ഡീഗ്രേഡ് സംഭവിക്കുമ്പോൾ ഈ ഡീഗ്രേഡ് സംഭവിക്കാനുള്ള മെയിൻ റീസൺ ഞാൻ പറഞ്ഞു നോയ്സ് ആണ് അല്ലെ. അപ്പൊ ഈ നോയ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണ്ട് പഠിച്ച ഒരു മെത്തേഡ് ഉണ്ട്, ഈ ഇമേജിനെ സ്മൂത്തൻ ചെയ്യാം. അപ്പോ ഇമേജ് എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഇമേജിനെ സ്മൂത്തൻ ചെയ്യുക, നോയ്സ് ഇഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ, എന്നിട്ട് എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യുക. അതാണ് പറഞ്ഞത്. അതിനു വേണ്ടി നോയ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ലാപ്ലേസ് ഓഫ് ഗോഷ്യൻ, LOG എന്ന് പറയും. നോയ്സ് ഇഫക്റ്റ് ക്യാൻ ബി മിനിമൈസ് ബൈ സ്മൂത്തനിങ് ദ ഇമേജ് പ്രയർ ടു എഡ്ജ് ഡിറ്റക്ഷൻ. എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇമേജിനെ എന്ത് ചെയ്യുക, സ്മൂത്തൻ ചെയ്യാം. ലോഗ് ഓപ്പറേറ്റർ, ഈ ലോഗ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് സ്മൂത്തൻ ചെയ്യുന്നത്. ലോഗ് ഓപ്പറേറ്റർ സ്മൂത്തൻസ് ദ ഇമേജ് ത്രൂ കൺവല്യൂഷൻ വിത്ത് ദ ഗോഷ്യൻ ഷേപ്ഡ് കേർണൽ ഫോളോഡ് ബൈ അപ്ലൈയിങ് ലാപ്ലേഷൻ ഓപ്പറേറ്റർ. എന്താ പറഞ്ഞറിയോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു ഇമേജ് ഉണ്ടാവും. അപ്പൊ ഈ ഇമേജിന് നോയ്സ് ഉണ്ട്. അപ്പൊ നോയ്സ് ഉണ്ടെങ്കിൽ ഇമേജിന് ആദ്യം ലോഗ് ഓപ്പറേറ്റർ വെച്ചിട്ട്, അത് ഒരു ഗോഷ്യൻ ഷേപ്ഡ് കേർണലാണ്. കേർണൽ എന്ന് പറയാൻ അറിയാലോ, മാസ്ക്. അപ്പൊ ഒരു ഗോഷ്യൻ ഷേപ്ഡ് മാസ്ക് ആണ്. ഈ ഗോഷ്യൻ ഷേപ്ഡ് മാസ്ക്, അതാണ് ഇതിനെ ലാപ്ലേഷൻ ഓഫ് ഗോഷ്യൻ എന്ന് പറഞ്ഞത്. ഈ ഗോഷ്യൻ ഷേപ്ഡ് മാസ്ക് യൂസ് ചെയ്തിട്ട് ഈ ഇമേജിനെ കൺവല്യൂഷൻ ചെയ്യാം. ഓക്കെ, ആ ഇമേജും ഈ മാസ്കും ഈ ഗോഷ്യൻ ഷേപ്ഡ് മാസ്കും യൂസ് ചെയ്തിട്ട് കൺവല്യൂഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ലാപ്ലേഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യാം. അപ്പൊ ആദ്യം സ്മൂത്തൻ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യും, സ്മൂത്തനിങ് ദ ഇൻപുട്ട് ഇമേജ് f(m), f(m), ആണ് നമ്മുടെ ഇമേജ് എങ്കിൽ, ഡിജിറ്റൽ ഇമേജ് എങ്കിൽ, ബൈ കൺവോൾവിങ് അതിന് കൺവല്യൂഷൻ ചെയ്യുക വിത്ത് ഗോഷ്യൻ മാസ്ക്. h(m), ആണ് നമ്മളെ മാസ്ക് എങ്കിൽ മാസ്കിനായിട്ട് ഇമേജ് കൺവല്യൂഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് g(m) കിട്ടും. കൺവല്യൂഷൻ ചെയ്യുമ്പോൾ, അതായത് സ്മൂത്തൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇമേജും ഗോഷ്യൻ മാസ്കും തമ്മിൽ കൺവല്യൂഷൻ ചെയ്യുക. അപ്പോൾ സ്മൂത്തൻ ആവും. അപ്പൊ അതിന്റെ കിട്ടുന്ന ഔട്ട്പുട്ട് g(m), കൺവല്യൂഷൻ ഓഫ് f(m), h(m) ചെയ്യാം. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാല് ലാപ്ലേഷൻ ഓപ്പറേറ്റർ ഇസ് അപ്ലൈഡ് ടു ദ റിസൾട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു g(m) ലാപ്ലേഷൻ ഓപ്പറേറ്റർ കൊടുക്കുക. എന്തിനെ, എഡ്ജ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതാണ് ഡെൽ സ്ക്വയർ ചെയ്യുക, ലാപ്ലേഷൻ ഓപ്പറേറ്റർ ചെയ്യുക. എന്തിനൊട്ട്, f(m) ഉം h(m) കൺവല്യൂഷൻ ചെയ്ത ആൻസറിന്
ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ വെച്ച് ചെയ്താൽ നമുക്ക് എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യാം. അപ്പൊ എഡ്ജ് ഡിറ്റക്ഷൻ മുമ്പ് സ്മൂത്തൻ ചെയ്താൽ നോയ്സ് നമുക്ക് കുറക്കാൻ പറ്റും. ഈ ഗോഷ്യൻ മാസ്ക് എച്ച് ഓഫ് എം കോമ എന്നുള്ള മാസ്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക, e⁻m²+n²/2 സിഗ്മ സ്ക്വയർ എന്നാണ് അതിന്റെ ഇക്വേഷൻ. ഈ മാസ്കിന്റെ ഗോഷ്യൻ മാസ്ക് അല്ലെങ്കിൽ ഗോഷ്യൻ കേർണലിന്റെ ഫംഗ്ഷൻ, ഗോഷ്യൻ കേർണൽ ഫംഗ്ഷൻ. ഓക്കെ, ഇതും അതിനെ പറയുന്നത് ഡെൽ ഓഫ് കൺവല്യൂഷൻ ചെയ്യാം. ഓക്കെ, ഇനി ലാപ്ലേഷൻ ഓഫ് ഗോഷ്യൻ കേർണലിന്റെ ഫിഗർ ആണിത്. കണ്ടോ, ഒരു ഗോഷ്യൻ ആയിട്ടാവും എന്ത് വരിക, ഈ ലോഗ് ഓപ്പറേറ്റർ വരിക. നെക്സ്റ്റ് ഡിഫറൻസ് ഓഫ് ഗോഷ്യൻ ഫിൽട്ടർ. ഗോഷ്യൻ ഫിൽറ്ററിന്റെ ഡിഫറൻസ്. അപ്പോൾ നല്ല നോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ഗോഷ്യൻ ഫിൽറ്റർ യൂസ് ചെയ്ത് 2 ഡിഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്മൂത്തൻ ചെയ്യുക, കൺവല്യൂഷൻ ചെയ്യുക. അപ്പോൾ ഗോജ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ഗോഷ്യൻ ഫിൽറ്റർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ടേക്കിംഗ് ദ ഡിഫറൻസ് ഓഫ് 2 ഗോഷ്യൻ ഫംഗ്ഷന്റെ ഡിഫറൻസ് എടുക്കുക. h of m, n പറഞ്ഞാൽ h1 of m, n മൈനസ് h2 of m, n. 2 ഗോഷ്യൻ ഫിൽറ്ററിന്റെ ഡിഫറൻസ് എടുത്തിട്ട് സ്മൂത്തൻ ചെയ്യാം. അപ്പൊ h1 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ, h2 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻസ് ഓഫ് ഗോഷ്യൻ കിട്ടും. ഓക്കെ, ക്യാനിയർ എഡ്ജ് ഡിറ്റക്ടർ നെക്സ്റ്റ് പോർഷൻ ആണ്, അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം.